നമ്മുടെ നമ്മുടെ ജനൻ ടി വിയിലേക്ക് ഒരു അതിഥി കൂടി കടന്ന് വന്നിരിക്കുകയാണ്. അല്ല, പണ്ടൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, ഇനിയിപ്പോൾ ചാനൽ മാറിയത് കൊണ്ടാണോ സ്നേഹം കുറഞ്ഞതെന്നറിയില്ല. അനിൽ നമ്പ്യാരോട് സ്നേഹമില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. ആദ്യം മുതലുള്ള സ്നേഹം വ്യക്തിപര സൂര്യകാലം മുതലുള്ള അതെ 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 ജയതിവേട്ടൻ അനിൽ നമ്പ്യാരൊക്കെ കൂടിയിട്ടുള്ള സൂര്യകാലം മുതലുള്ള നമ്മുടെ സ്നേഹം. വിദ്യാർത്ഥി നേതാവായിരുന്നു. അതെ 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 ASF-ലുള്ള സമയത്തും AYF-ലുള്ള സമയത്തും ഒക്കെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അന്ന് 2 ചാനലുകളിൽ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പോ അപൂർവമായിട്ട് അല്ല, അന്ന് നമ്മളെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ പോകുന്നു പൂരം? പൂരം ഗംഭീരമാണ്. ഒരു തടസ്സവും ഇല്ലാത്ത വിധത്തിൽ ഹാപ്പി പൂരം. ഒരു തടസ്സവും ഇല്ലാത്ത വിധത്തിൽ പൂരത്തിന്റെ നടപടിക്രമങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇന്നലെ സാമ്പിൾ നന്നായി, നല്ല ചിട്ടയോട് കൂടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ്. എല്ലാം ഗംഭീരം, ഒരു പ്രയാസവും ഉണ്ടായില്ല. നെയ്തലക്കാവ് ഭഗവതിയുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അങ്ങോട്ടെത്താനുള്ള യാത്രയിലാണ്. മഴ പ്രശ്നമുണ്ടാകില്ല. എല്ലാം നടക്കുന്നത് നോക്കും. ധൈര്യമായിട്ട് ഇവിടെ ഏതാനും സമയങ്ങൾക്കകം നെയ്തലക്കാവ് ഭഗവതി എത്തിച്ചേരുന്നതോടുകൂടി നടക്കാൻ പോകുന്ന ജനക്കൂട്ടത്തെ നോക്കിക്കോളൂ. ഒരു മഴയും അവർക്ക് പേടിയുണ്ടാകില്ല, ഒരു പ്രായവും അവർക്ക് പ്രശ്നം ഉണ്ടാകില്ല, ഒരു ലിംഗവും അവർക്ക് ബാധകമാകില്ല. അങ്ങനെ കൂടിച്ചേരുന്ന പതിനായിരങ്ങളായിരിക്കും ഇന്ന് 11:30 മണി കഴിയുമ്പോൾ ഈ മൈതാനം മുഴുവൻ നിറഞ്ഞ് വരാൻ വേണ്ടി പോകുന്നു. ചാനലുകൾ കയറി തുടങ്ങി. അവർക്കറിയാം ഇപ്പം ക്യാമറ വെച്ചില്ലെങ്കിൽ ഇനി ക്യാമറ വെക്കാൻ പറ്റില്ല. 10 മണിയാകുമ്പോഴേക്കും ജനം ഇവിടെ നിറയും. മഴ ഒരു പ്രശ്നമേ ആകില്ല, ധൈര്യമായി. അപ്പോൾ പൂരത്തിനിടയിൽ കാണാം. ഒന്നങ്ങോട്ട് പോകാനുള്ളത് കൊണ്ടാണ് പൂരത്തിനിടയിൽ ഉറപ്പായിട്ടുള്ളത്.